സിറാജ് ലൈവിലേക്ക് സ്വാഗതം. മഞ്ചേരിയിൽ SSFന്റെ കേരള സാഹിത്യോത്സവ് തകൃതിയായി മുന്നേറുകയാണ്. വേദികളിലെല്ലാം നല്ല തിരക്കനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ഉദ്ഘാടന സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കുകയാണ്. എന്തായാലും വേദികളിൽ നല്ല തിരക്കുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, പ്രധാന വേദിക്ക് മറുവശത്തായിട്ട് മറ്റു വേദികൾ സ്ഥിതി ചെയ്യുന്ന VP ഹാളിലേക്ക് വരുന്ന വഴിയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അവിടെ വലിയ ആൾക്കൂട്ടം കണ്ടപ്പോഴാണ് ഞങ്ങളൊന്ന് അവിടെ സ്റ്റോപ്പ് ചെയ്തത്. കാരണം ഈ ആൾക്കൂട്ടം എന്താണ്, വേദിക്ക് പുറത്തെന്താണ് ആൾക്കൂട്ടം എന്ന് നോക്കിയപ്പോഴാണ് രണ്ട് കൗണ്ടറുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒന്ന് SYS മഞ്ചേരി വെസ്റ്റ് സോണിൻ്റെ തക്കാരപ്പുരയാണ്, മറ്റൊന്ന് കേരള മുസ്ലിം ജമാഅത്ത് മഞ്ചേരി സോണിൻ്റെ സ്നേഹമക്കാനിയാണ്. കലോത്സവ നഗരിയിൽ അല്ലെങ്കിൽ ഒരു സാഹിത്യ നഗരിയിൽ നമുക്ക് സാഹിത്യം കൊണ്ടാണ് സാധാരണ വിരുന്നൂട്ടാറ്. മഞ്ചേരിക്കാർ പക്ഷേ ഈ സാഹിത്യ ഉത്സവം കാണാൻ വരുന്ന പ്രതിഭകളെയും അതിന് ആസ്വാദകരായി എത്തുന്നവരെയും സ്നേഹം കൊണ്ടും മധുരം കൊണ്ടും വിരുന്നൂട്ടുകയാണ്. ഇവിടുത്തെ തക്കാരപ്പുരയിൽ നല്ല ടേസ്റ്റുള്ള ജിലേബി വിതരണം ചെയ്ത് ആളുകളെ സ്വീകരിക്കുന്നു. മറുവശത്ത് നല്ല ചൂട് ചായ കൊടുത്ത് സ്വീകരിക്കുന്നു. ഇപ്പോൾ SYSന്റെ മഞ്ചേരി സോൺ പ്രവർത്തകർ നമുക്കൊപ്പം ഉണ്ട്. നമുക്ക് അവരോട് കാര്യങ്ങൾ ചോദിക്കാം. അപ്പം മുസ്ലിം ജമാഅത്തിന്റെ കൗണ്ടറാണ് സ്നേഹമക്കാനിയിലെ. ഇത് എപ്പോഴാണ് ആരംഭിച്ചത്? ഇത് ഇപ്പോൾ 4 മണിക്ക് അസറിന് ശേഷം ആരംഭിച്ചു. രാത്രി വരെ തുടരും. എന്തൊക്കെയാണ് അതിലൂടെ നിങ്ങൾ നൽകുന്നത്? പിന്നെ ചായയും മൈസൂർ പാക്കുമാണ് കൊടുക്കുന്നത്. മധുരം നമ്മുടെ സ്നേഹത്തിൽ, പിന്നെ സാഹിത്യത്തിൽ വിരുന്നുട്ടുന്നതോടുകൂടി മധുരത്തിലും കൂടി വിരുന്നുട്ടുന്നു. എത്ര പേർക്ക് നാളെ അവസാനിക്ക് പരിപാടികൾ കഴിയുന്നവരെ? പരമാവധി പേർക്ക് നമ്മൾ കൊടുക്കും. സന്തോഷം. അപ്പോൾ അതോടൊപ്പം തന്നെ SYSന്റെ മഞ്ചേരി സോണിൻ്റെ ഫൈസൽ മാഷ് അല്ലേ, ഫൈസൽ മാഷ് കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ഫൈസൽ മാഷ്, ഇപ്പം ഒരു ഭാഗത്ത് നമുക്ക് സ്നേഹമക്കാനിയുണ്ട്, മറുഭാഗത്ത് തക്കാരപ്പുരയുണ്ട്. തക്കാരപ്പുരയാണോ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? അതെ. എന്തൊക്കെയാണ് വിഭവങ്ങളുള്ളത്? മലപ്പുറത്തിന് എല്ലാവരും ഒരു സ്നേഹത്തിൻ്റെയും അതുപോലെ സൗഹാർദ്ദത്തിൻ്റെയും ആളുകളെ സ്വീകരിക്കുന്നതിനെയും പരിഗണിക്കുന്നതിൻ്റെയൊക്കെ ഒരു ഉദാത്ത മാതൃകളൊരു ജില്ലയാണല്ലോ. അപ്പോൾ നമ്മൾ സാഹിത്യോത്സവം നടക്കുമ്പോൾ നമുക്ക് കിട്ടിയൊരു അവസരമാണ്. എല്ലാ ജില്ലയിൽ നിന്ന് ആളുകൾ നമ്മൾ അവരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി SYS സോൺ കമ്മിറ്റി, വെസ്റ്റ് സോൺ കമ്മിറ്റി ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഇന്നിപ്പോൾ നമ്മൾ ജിലേബിയാണ് കൊടുക്കുന്നത്. നാളെ നമ്മൾ രാവിലെ മുതൽ വൈകിട്ട് വരെ നല്ല ഫ്രൂട്ട്സാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. വ്യത്യസ്തമായ വിഭവങ്ങളാണല്ലേ. അതുപോലെ പഴം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ 2 ദിവസവും വരുന്നവരെ നന്നായിട്ട്. എനിക്ക് തോന്നുന്നു വേദികനേക്കാൾ വലിയ തിരക്ക് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. നല്ല തിരക്കുണ്ട്, ആൾക്കൂട്ടമുണ്ട്. നേരത്തെ തന്നെ ഇതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. നമ്മൾ 2-3 ക്യാബിനറ്റിൽ ഇതൊക്കെ ചർച്ച ചെയ്തിട്ടാണ് ഈ സംഗതി ഇങ്ങനെ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ഉയർത്താൻ നടത്തിയിട്ടുണ്ട്. അങ്ങനെ കുറേ ആളുകൾ. അതോടൊപ്പം നമ്മൾ എല്ലാ 12 വേദികൾക്കും ആവശ്യമായ കുടിവെള്ളം സോൺ കമ്മിറ്റിയാണ്, മഞ്ചേരി വെസ്റ്റ് സോൺ കമ്മിറ്റിയാണ് സപ്ലൈ ചെയ്യുന്നത്. എന്തായാലും ഈ സാഹിത്യ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന പ്രതിഭകളെ വിരുന്നൂട്ടുക തന്നെയാണ് ലക്ഷ്യം അല്ലേ? ഓക്കെ, സന്തോഷം. നിങ്ങളൊക്കെ ചായ കുടിച്ചോ? ചായ കുടിച്ചു. അടിപൊളി ചായ. മധുരം തിന്നോ? മധുരമൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ടോ? ചായ കുടിക്കുകയാണല്ലേ? ചായയും കൂട്ടാനോ? മൈസൂർ പാക്ക് അടിപൊളി. അപ്പൊ ഇതാണ് ഈ സ്നേഹമക്കാനിക്കും തക്കാരപ്പുരക്കും പറയാനുള്ളത്. മഞ്ചേരിയിൽ സ്നേഹം കൊണ്ട്, മധുരം കൊണ്ട് സാഹിത്യ പ്രതിഭകളെ വിരുന്നൂട്ടുകയാണ് ഇവർ. സൈനിങ് ഓഫ് ബൈ സയ്യിദ് അലി ശിഹാബ് വിത്ത് ക്യാമറാമാൻ മുഹമ്മദ് ഷബീർ. Way2Nikah.com, the exclusive Muslim matrimonial site.